ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 ഒരു പുതുപുത്തൻ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുറകെ കണ്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ലോക്മാന്യ തിലക് ടെർമിനസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ നിന്നൊരു പുതിയ യാത്ര തുടങ്ങാൻ പോകണം. പുതിയ യാത്രയെ പറ്റി തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇന്ന് ഓഗസ്റ്റ് 15 ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്റ്റേഷനിൽ ലൈറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൊടി ഇവിടെ പറക്കുന്നില്ല, ഇപ്പോൾ പറക്കും. അപ്പോൾ പിന്നെ നമ്മളിവിടുന്ന് ആക്ച്വലി ഇന്നൊരു ചെറിയ യാത്രയാണ് പോകുന്നത്. ഇന്ന് ഇവിടുന്ന് ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്നും പൂനെയിലേക്കാണ് നമ്മുടെ യാത്ര. ശരിക്കും നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈയിൽ നിന്നും ശ്രീ ഛത്രപതി ഷാഹു മഹാരാജ് ടെർമിനസ് കോലാപ്പൂരിലേക്കാണ് നമ്മുടെ യാത്ര. പക്ഷേ ത്രൂ ടിക്കറ്റ് അല്ല കിട്ടിയത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് പൂനെയിലേക്കാണ് ആദ്യത്തെ യാത്ര. ഇവിടുന്ന് പൂനെയിലേക്ക് നമ്മൾ 18520 ലോക്മാന്യ തിലക് ടെർമിനസ് വിശാഖപട്ടണം എക്സ്പ്രസ്സാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ട്രെയിൻ പുറപ്പെടാൻ കുറച്ച് സമയം. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ എത്തിയായിരുന്നു. ഇന്നലെ ഞാൻ നമ്മുടെ എറണാകുളം ലോക്മാന്യ തിലക് ടെർമിനസ് ദുരന്തോ എക്സ്പ്രസ് ഇന്നലെ രാത്രി ഇവിടെ എത്തിയാണ്. ഞാൻ ആ കാണുന്ന DG പോർട്സിൽ ഇന്നലെ രാത്രി തങ്ങിയതായിരുന്നു. നമ്മൾ രാവിലെ ഇവിടുന്ന് പൂനെയിലേക്ക് പോകാം. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 കിടക്കുന്നുണ്ട്. നമുക്കെന്നാൽ വേഗം പ്ലാറ്റ്ഫോം നമ്പർ 2 പോകാം. ട്രെയിൻ ഓൾറെഡി കിടക്കുന്നുണ്ട്. ട്രെയിൻ രാവിലെ 5:30 ഇങ്ങോട്ട് എത്തിയത്. ഇവിടുന്ന് 6:55 തിരിച്ചു പോകും. ഞാൻ സ്ലീപ്പർ ക്ലാസ്സിലാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിനല്ലായിരുന്നു എൻ്റെ ടിക്കറ്റ്. എൻ്റെ ടിക്കറ്റ് മറ്റൊരു വണ്ടിക്കായിരുന്നു. എൻ്റെ ടിക്കറ്റ് ശരിക്കും എന്താ പറയുക, ഡെക്കൻ എക്സ്പ്രസ്സിനായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടിക്കറ്റ് കൺഫേം ആയില്ല. കൺഫേം ആവാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കറണ്ട് റിസർവേഷനിലാണ് ഇതെടുത്തത്. ഇന്നലെ രാത്രി 9:30 മറ്റേൻ്റെ ചാർട്ടായപ്പോൾ അത് വെയിറ്റിംഗ് ലിസ്റ്റ് 3 ആയിരുന്നു. അത് അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ പിന്നെ കറണ്ട് റിസർവേഷനിലാണ് ഇതിന് കിട്ടിയത്. കറണ്ട് എടുത്ത് പിന്നെ ഇതിന് സ്ലീപ്പറിലാണ് എടുത്തത്. AC എടുക്കാൻ പോയില്ല. അപ്പോൾ ഈ കാണുന്ന S4 ആണ് നമ്മുടെ കോച്ച്. 19578C. നമുക്കെന്നാൽ ഫുട് ഓവർ ബ്രിഡ്ജ് കയറി അപ്പുറത്ത് പോയിട്ട് ലോക്കോ നോക്കിയിട്ട് തിരിച്ച് ഈ കോച്ചിനെ അങ്ങോട്ട് വരാം. മംഗളൂരു സെൻട്രലിൽ നിന്ന് ലോക്മാന്യ തിലക് ടെർമിനസിലേക്ക് വരുന്ന മത്സ്യഗന്ധ എക്സ്പ്രസ് ആണ്. റോയപ്പുറത്തിന് 30359. ഇതാണ് നമ്മുടെ ലോക്കോ. 39055 കല്യാൺ ഷെഡിൻ്റെ കവച്ച് ഫിറ്റഡ് എന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ലോക്കോ ആണ് ഇതിനെ വർക്ക് ചെയ്യുക. നമ്മൾ പൂനെ വരെ പോകുന്നത്. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ഒന്നുമല്ല. നമുക്കെന്നാൽ പതുക്കെ നമ്മുടെ കോച്ചിന് അങ്ങോട്ട് പോകാം. ഇന്ന് ഓഗസ്റ്റ് 15 ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഡിപെൻഡൻസ് ആണ്. നാളെ ശനി, മറ്റന്നാൾ ഞായർ ലോങ് വീക്കെൻഡാണ്. അതുകൊണ്ട് ഒരുപാട് പേര് ഇന്ന് ബോംബെയിൽ നിന്ന് ലോണവാല പൂനെ സൈഡിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പൂനെ ട്രെയിനുകളെല്ലാം സോൾഡ് ഔട്ടാണ്. നമ്മുടെ ഈ വണ്ടി ഞാൻ പറഞ്ഞില്ല കറണ്ട് റിസർവേഷനിലാണ്. എന്തോ ഭാഗ്യത്തിനാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. നമ്മുടെ സീറ്റ് നമ്പർ 61 ഒരു മിഡിൽ ബർത്താണ്. പക്ഷേ ബർത്തിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നമ്മുടെ ഡോറിലായിരിക്കും മിക്കവാറും. ഇതാണ് S4. നമുക്ക് പതുക്കെ ഉള്ളിലോട്ട് വരിക. അപ്പോൾ അങ്ങനെ കൃത്യസമയമായ 6:55 ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പുറത്തെ കിടക്കുന്നത് ഗുവാഹട്ടിയിലേക്കുള്ള ട്രെയിനാണ്. ലോക്മാന്യ തിലക് ടെർമിനസ് ഗുവാഹട്ടി എക്സ്പ്രസ്. प्रवाशांनी कृपया लक्ष द्यावे. गाडी क्रमांक 18520 लोकमान्य तिलक टर्मिनस विशाखापट्टणम एक्सप्रेस द्वारा ലോക്മാന്യ തിലക് ടെർമിനസ് എന്ന് പറഞ്ഞൊരു ഗ്ലോറിഫൈഡ് പാർസൽ ഹബ്ബ് അത്രേ ഉള്ളൂ. ഇവിടെ കാണുക പ്ലാറ്റ്ഫോമിൻ്റെ അറ്റം മൊത്തം പാർസലാണ്. ഈ പാർസൽ ഹാൻഡിൽ ചെയ്യുന്നൊരു സ്റ്റേഷൻ, അതാണ് മെയിനായിട്ട് ലോക്മാന്യ തിലക് ടെർമിനസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് മുംബൈയിൽ നിന്നും പൂനെയിലേക്കാണ് നമ്മുടെ യാത്ര. അങ്ങനെ ഇവിടുന്ന് ആരംഭിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ ഷോ കാണിച്ചു കഴിഞ്ഞാൽ പണി പാടും. ഇതായിരുന്നു ലോക്മാന്യ തിലക് ടെർമിനസ്. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. ഇന്ന് ദൂരെ കാണുന്നതാണ് ലോക്മാന്യ തിലക് ടെർമിനസിൻ്റെ കോച്ച് മെയിൻ്റനൻസ് യാർഡ്. അതിനകത്തൊരു വാബ്ഫൈ കാണുന്നുണ്ട്, അമൃത് ഭാരത് വാബ്ഫൈ. അതിനകത്ത് കിടക്കുന്നത് കാണാം. അത് മിക്കവാറും ലോക്മാന്യ തിലക് ടെർമിനസ് സഹർസ അമൃത് ഭാരതിൻ്റെ ലോക്കോ ആയിരിക്കും. ഇവിടെ ആയിട്ടൊരു വാഗൺ അജിനിയുടെ 38412. അതിൻ്റെ കൂടെ കല്യാണിൻ്റെ ഒരു വാബ് 7 ഉണ്ട്, 37078.
അപ്പുറത്തായിട്ട് പ്രതാപ്ഗഡ്, ലോക്മാന്യ തിലക് ടെർമിനസ് പ്രതാപ്ഗഡ് എക്സ്പ്രസിൻ്റെ റേക്ക് ഷണ്ടിയാണ്. ഈ പ്രതാപ്ഗഡ് എക്സ്പ്രസിൻ്റെ ഔദ്യോഗിക നാമം ഉദ്യോഗ് നഗരി എക്സ്പ്രസ് എന്നാണ്. ഉദ്യോഗ് നഗരി എക്സ്പ്രസ്സിനെ ഒരു WDM 3D ഷണ്ട് ചെയ്ത് യാർഡിലോട്ട് കൊണ്ടുപോവാണ്. 11455 കല്യാൺ ഷെഡിൻ്റെ ആണ് അതിൻ്റെ ഷണ്ടർ ലോക്കോ. ഇതിനിപ്പോൾ യാർഡിലോട്ട് ഷണ്ട് ചെയ്ത് കയറ്റാണ് ചെയ്യുന്നത്. നമ്മൾ അല്പം മുന്നിലായിട്ട് മെയിൻ ലൈനിലോട്ട് ചെന്ന് കയറും. മെയിൻ ലൈനിലേക്ക് നമ്മൾ കയറില്ല, നമ്മൾ 5th 6th ലൈനിലേക്ക് നമ്മൾ കയറുക. നമ്മൾ ആക്ച്വലി നമുക്കിനി അടുത്ത സ്റ്റോപ്പ് ആക്ച്വലി കല്യാണിലാണ്. അത് നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മളെ 5th 6th ലൈനിലോട്ട് കയറ്റുമോ അതോ നേരെ മെയിൻ ലൈനിലോട്ട് കയറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. ഇതാണ് ലോക്മാന്യ തിലക് ടെർമിനസിൻ്റെ ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്. ഇവിടെ ഒരുവിധം ഇന്ത്യ മുഴുവൻ ഉള്ള ലോക്കോസ് ഇവിടെ എത്തും. കാരണം പല സ്ഥലങ്ങളിലേക്ക് ലോക്മാന്യ തിലക് ടെർമിനസിൽ നിന്ന് ട്രെയിനുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോ ആയ പിന്നെ അങ്ങനെ ലിങ്കൊന്നുമില്ല പ്രത്യേകിച്ച്. എന്തെങ്കിലുമൊക്കെ ലോക്കോ ഏതെങ്കിലുമൊക്കെ ട്രെയിൻ എടുത്തുകൊണ്ടിരുന്ന അവസ്ഥയാണ് ഇപ്പോൾ. ആ കാണുന്നതാണ് മെയിൻ ലൈന്. വിദ്യാവിഹാർ സ്റ്റേഷനുള്ളതാണ് മെയിൻ ലൈന്. വിദ്യാവിഹാർ സ്റ്റേഷൻ ഇരിക്കുന്നത് സ്ലോ ലൈനിലാണ്. ഫാസ്റ്റ് ലൈനിൽ വിദ്യാവിഹാറിൽ സ്റ്റേഷനില്ല. മിക്ക മഹാനഗരങ്ങളും പോലെ തന്നെയാണ് മുംബൈയുടെ അവസ്ഥ. വൃത്തികേടാണ്. ഈ നാലയിലൊക്കെ കണ്ടോ, വേസ്റ്റാണ് മൊത്തം. വേസ്റ്റിട്ട് വെള്ളത്തിന് ഒഴുകാൻ സ്ഥലമില്ലാണ്ടായിരിക്കുകയാണ്. നാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനാൽ, അല്ലെങ്കിൽ ഈ സുവേജ് പോകുന്ന കനാലിലാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ 5th ലൈനിലോട്ട് കയറുകയാണ്. മുംബൈ പോലെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. പിന്നെ എന്താണോ ഇലക്ട്രിക് ലോക്കോ കൊടുക്കാണ്ട് ഡീസൽ ലോക്കോ. നമ്മൾ രണ്ടും ഒരേ ലൈനിൽ പോകേണ്ടവരാണ്. അപ്പോൾ ആർക്കാണ് പ്രയോറിറ്റി കിട്ടുന്നത് എനിക്കറിയില്ല. അതിനാണോ നമുക്കാണോന്ന് അറിയില്ല. ഈ ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്ന് പറയുന്നത് പഴയൊരു ശതാബ്ദി എക്സ്പ്രസ് ആയിരുന്നു. ശതാബ്ദി എക്സ്പ്രസിന് എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ആയിരുന്നു അത്. ഘാട്ട്കോപ്പർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം മുംബൈയിലോട്ടുള്ള ലാൻഡിംഗ് പാത്തിന് കീഴിലായിട്ടാണ് വരിക. അപ്പോൾ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ അണ്ടർസൈഡ് കോച്ചിന് തിരക്ക് കണ്ടോ. ചെയർ കാറിലെ സീറ്റുകൾക്കും ചെറിയ വ്യത്യാസമുണ്ട്. നോക്കട്ടെ, പുണെയിലെത്തിയിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ റേക്കൊന്ന് പോയി നോക്കാം. എന്താ സംഭവം എന്ന് മനസ്സിലാക്കണം. നല്ല മഴക്കാറുണ്ട്. ഗാർഡ് സെക്ഷനിൽ യാത്ര ചെയ്യുമ്പോൾ മഴ പെയ്താൽ നല്ലതായിരുന്നു. രണ്ടുപേർക്കും സിഗ്നൽ പച്ചയാണ്. പക്ഷെ എന്തോ സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട് തോന്നുന്നു അവിടെ.
ഏതാ വണ്ടി ഇതൊരു പിടിയും കിട്ടിയില്ല. അത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ട് വയ്ക്കാം. ഇതാണ് നാഗ്പൂർ. ഇവിടെ ഒരു സ്റ്റേബിളിംഗ് യാർഡുണ്ട്. ഇവിടെ കുറേ റേക്കോണ് വരുന്നുണ്ട് അവർ. പ്ലാറ്റ്ഫോം നമ്പർ 7 കൂടെ ഫുൾ വെഞ്ചൻസോട് കൂടിയുള്ള റൺ ത്രൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏതൊക്കെയോ ട്രെയിൻ രണ്ട് സൈഡിലൂടെ പാസ്സുണ്ട്. നമ്മളെ നേരത്തെ ഓവർടേക്ക് ഇൻട്രസിറ്റി എക്സ്പ്രസ് അവിടെ താനയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. താനയിൽ സ്റ്റോപ്പുണ്ട്. ആ ഇൻട്രസിറ്റിയാണ് ആദ്യം പൂനെ എത്തേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മളെത്തേണ്ടത്. അവൻ 10 മണിക്ക് നമ്മൾ 10:15 അപ്പോൾ മിക്കവാറും എവിടെയെങ്കിലും കയറ്റി വിടും. നമ്മൾ നേരെ പാർസിക് ടണൽ വഴി പോകും. പാർസിക് ടണൽ വഴി ദിവേലേക്ക് പോകും. ഈ ലെഫ്റ്റ് സൈഡിൽ 4 ലൈൻ ഇവിടുന്ന് കളുവ മുംബ്ര വഴി കറങ്ങി ദിവേലേക്ക് വരും. ഈ റൈറ്റ് സൈഡിലുള്ള ലൈന് താനെ പൻവേയിലൊക്കെ പോകുന്ന ഹാർബർ ലൈൻ, ട്രാൻസ് ഹാർബർ ലൈനാണിത്. അതിവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് നേരെ ടുവേർഡ്സ് വാഷി, നെരൂള്, പൻവേലൊക്കെ പോകും. പുറകിൽ നല്ല മലയും മുകളിൽ മേഘങ്ങളും കാണാം. പിന്നെ ഗാർഡ് സെക്ഷൻ അടിപൊളിയായിരിക്കും. ഗാർഡ് സെക്ഷൻ ശരിക്കും അടിപൊളിയായിരിക്കും. ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ മതിയായിരുന്നു. ഇത് ആ ഹാർബർ ലൈനിൽ വരുന്നതിനുള്ള ഒരു ബൈപ്പാസ് ലൈനാണിത്. ഇതാണ് പാർസിക് ടണൽ. കണ്ട മലകൾ എൻ്റെ പൊന്നെ. നമ്മളിപ്പോൾ മുംബൈയിലാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനത്തെ വിഷ്വൽസല്ല കാണുന്നത്. അതാണ് മുംബൈ മെരി ജാൻ. ഇപ്പുറത്തുനിന്നൊരു വാപ്സൺ ഹൗളിൽ ട്രെയിൻ കയറി വരുന്നുണ്ട്. ഓ, അത് അപ്പുറത്തേലല്ല, വേഗം അപ്പുറത്തോട്ട് പോകാം. ഗാസിയാബാദിന് 37365 ആണല്ലോ. ഗായ ലോക്മാന്യ തിലക് ടെർമിനൽ. അവസ്ഥ കണ്ടോ? കാഴി വെള്ളം കണ്ടിട്ടില്ല. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ റേക്കായിരുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ദിവാ സ്റ്റേഷനിലേക്ക് എത്തുന്നു.
നമ്മളിപ്പോൾ പൻവേൽ സൈഡിലോട്ട് പോകുന്ന ട്രെയിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിലെ ട്രാക്കിലോട്ട് കടന്ന് അതിനുള്ളിലോട്ട് നമ്മൾ കയറിയാണ്. കൊങ്കൺ റെയിൽവേയിൽ പൻവേൽ സൈഡിലോട്ട് പോകുന്ന വണ്ടിയായിരുന്നെങ്കിൽ അങ്ങേ അടുത്തുള്ള പ്ലാറ്റ്ഫോം 7 വഴി നമ്മൾ ഓടിപ്പോയേനെ. ഇതിപ്പോൾ നമ്മൾ കല്യാൺ സൈഡിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു വന്ദേ ഭാരത് റേക്ക് കിടക്കുന്നുണ്ട്. പുതിയ റേക്കാന്ന് തോന്നുന്നു. പക്ഷേ അതിന് മുകളിലൊക്കെ പോസ്റ്റർ പോയിട്ട് വെച്ചിട്ടുണ്ട്. ഇരുപത് കോച്ചുള്ള റേക്കാന്ന് തോന്നുന്നു. ഉള്ളതിൻ്റെ വിഷമം ഇല്ലാത്തതിൻ്റെ വിഷമം എന്ന് പറഞ്ഞ പോലെയാണ്. ഇവിടെ വന്ദേ ഭാരത് വെറുതെ കിടക്കുന്നു. നമ്മൾ എത്ര കാലമായിട്ടൊരു എറണാകുളം വണ്ടി ഉപയോഗിക്കുന്നത്, എറണാകുളം ബാംഗ്ലൂർ വണ്ടി ഉപയോഗിച്ച് കിട്ടുന്നില്ല. ഈ റൈറ്റിലോട്ട് പോകുന്ന ട്രാക്കാണ് ടുവേർഡ്സ് പൻവേൽ പോകുന്നത്. നമ്മൾ ഇന്നലെ ദുരന്തോ അതിൻ്റെ മുകളിൽ കൂടെ ആയിരുന്നു വന്നത്. ഇന്നലെ നമ്മൾ ഇരുട്ടത്തായിരുന്നു വന്നത്. ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് 5th ലൈന്. ഇതാണ് നമ്മുടെ കല്യാൺ സൈഡ്, പൻവേൽ സൈഡിൽ നിന്ന് കല്യാൺ സൈഡിലോട്ട് പോകുന്ന വണ്ടികളുള്ളത്. അതിനകത്തോടെ ഫ്ലൈറ്റ് പോകുന്നുണ്ടോ? ഇവിടെ ഒന്നും കിടക്കുന്നു. ഈ ലൈനാണ്, റൈറ്റോട് തിരിഞ്ഞു പോകുന്ന ലൈനുകളാണ് ടുവേർഡ്സ് ബസ്സായി പോകുന്നത്. ടാങ്കർ റേക്കാണ്. ആ ലൈൻ, ആ വസൈ ലൈനിന് ഇതാ കല്യാൺ ഭാഗത്തുനിന്ന് വസൈലോട്ട് പോകുന്ന ട്രെയിനുകൾക്ക് ഒരു അഡീഷണൽ ലൈനുണ്ട്. ഇത് കല്യാൺ ഭാഗത്തുനിന്ന് വസൈ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകൾക്ക് വേണ്ടിയുള്ള ലൈനാണത്. ഈ ലൈനിൽ നമ്മൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. ഈ ഒരു ലൈൻ നമുക്ക് ബാക്കിയുണ്ട്. അല്പം മുൻപിലായിട്ട് നമ്മളെ പിടിച്ചിടാൻ സാധ്യതയുണ്ട്. കാര്യം ഇവിടുന്ന് സാധാരണ ഇതിൽ ട്രെയിനുകൾ മെയിൻ ലൈനിലൂടെ ഒരു ഷിഫ്റ്റ് ചെയ്യാനാണ് പതിവ്. എനിക്കറിയില്ല ഇന്നെന്താ പരിപാടി എന്നുള്ളത്. അങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവർ മറ്റേ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിനെ മുന്നിൽ കയറ്റി വിടും. കാര്യം അതാണ് മുന്നിൽ പോകേണ്ട വണ്ടി. ഇപ്പോൾ ഠാക്കൂറിൽ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഏകദേശം കല്യാണം എടുത്തുകൊണ്ടിരിക്കുന്നു. റെയിൽവേയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സിൽ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഉള്ള നമ്മൾ ഈ കാണാൻ പോകുന്ന ഈ OH ഗാൻട്രി മാസ്റ്റർ, ഇത് പഴയ DC സ്റ്റൈൽ മാസ്റ്ററാണ്. മുംബൈയിൽ ഇതൊക്കെ പഴയ DC സ്റ്റൈൽ മാസ്റ്ററുകളാണ്. മുംബൈയിലുള്ള മിക്കവാറും മാസ്റ്ററുകളും പണ്ടത്തെ DC സ്റ്റൈൽ മാസ്റ്ററുകളാണ്. കാര്യം DCക്ക് ആക്ച്വലി കേബിളിന് കട്ടി കൂടുതലായിരുന്നു, വയറിന് കട്ടി കൂടുതലായിരുന്നു. പിന്നെ അത് 1.5 കിലോ വോൾട്ടായിരുന്നു DC. ഇപ്പോൾ 25 കിലോ വോൾട്ട് AC ആണ്. ഇപ്പോൾ പണ്ട് 1.5 കിലോ വോൾട്ട് DC ആയിരുന്നു.
അപ്പോൾ റെസിസ്റ്ററിൻ്റെ ഡിസൈനും വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ മുകളിലുള്ള ആ എൻറ്റയർ കാറ്റനറി അസംബ്ലിക്കും ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മാറി, ഇപ്പോൾ കിടക്കുന്ന AC ട്രാക്ഷനാണ്. പക്ഷേ എന്താ പറയുന്നത്, ഫിറ്റ്മെൻറ്റ് ഇപ്പോഴും പഴയ DC യുടെ ഫിറ്റ്മെൻറ്റ് തന്നെയാണ്. റെസിസ്റ്റേഴ്സ് അവർ മാറ്റിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇപ്പോഴും DC യുടെ അതേ ഫിറ്റ്മെൻറ്റ് തന്നെയാണ് ഇവിടെ ഇപ്പോഴും കാണുന്നത്. അപ്പോൾ ഇത് ഫിക്സ്ഡ് ഇതല്ല, മറ്റേ നമ്മുടെ ടെൻഷൻ അഡ്ജസ്റ്റഡ് കാറ്റനറി അല്ലത്. അപ്പോൾ ഇപ്പോൾ ഒരു മാറ്റി ടെൻഷൻ അഡ്ജസ്റ്റഡ് കാറ്റനറി ആക്കുന്നുണ്ട് എന്ന് കേട്ടു. ഞാൻ പറഞ്ഞ പോലെ തന്നെ മിക്കവാറും നമ്മളിവിടെ കല്യാണ പുറത്ത് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കും. മിക്കവാറും ഇൻട്രസിറ്റി ആദ്യം കയറ്റി വിടാൻ സാധ്യതയുണ്ട്. ടിട്ടുവാളയിലേക്ക് പോകുന്ന ലോക്കൽ ട്രെയിനാണ്, സ്ലോ ട്രെയിനാണ്. ടിട്ടുവാള എന്ന് പറയുന്നൊരു ഗണപതി ക്ഷേത്രത്തിന് ഭയങ്കര ഫേമസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് വന്നു 405 ഇതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുക. കാര്യം ഇൻ്റർസിറ്റിയാണ് ആദ്യം പോകേണ്ടത് പൂനെയിലേക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂനെക്ക് എടുത്തത്. ജ്ഞാനേശ്വരി എക്സ്പ്രസ് ആണ്. ഷാലിമാർ ടു ലോക്മാന്യ തിലക് ടെർമിനസ് ജ്ഞാനേശ്വരി. നമ്മൾ പറയുമ്പോൾ ജ്ഞാനേശ്വരി, യുവജനം പറയുമ്പോൾ ജ്ഞാനേശ്വരി എക്സ്പ്രസ്. ഇത് ഒരു ഓട്ടോമാറ്റിക് സിഗ്നലാണ്. ആ സിഗ്നൽ താഴെ A എന്ന് പറഞ്ഞ വട്ടത്തിൽ ഇരിക്കുന്നതാണ്. ഈ ഓട്ടോമാറ്റിക് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ട്രെയിൻ പോകുന്നതനുസരിച്ച് ബ്ലോക്ക് മാറും. ട്രെയിൻ കടന്നുപോയി, ഇപ്പോൾ റെഡായി സിഗ്നൽ. ഇനിയിപ്പോൾ ഈ ട്രെയിൻ 1 കിലോമീറ്റർ കടക്കുമ്പോൾ, അതായത് 1 കിലോമീറ്റർ അല്ലെങ്കിൽ അടുത്ത സിഗ്നൽ പോസ്റ്റ് കടന്നു ഉടനെ ഇവിടെ റെഡ് മാറി ആംബറാവും. അവൻ അതിൻ്റെ അടുത്ത സിഗ്നൽ പോസ്റ്റ് കിടക്കുമ്പോൾ ഈ ആംബർ മാറി ഡബിൾ ആംബറാവും. ഇവൻ വീണ്ടും ഒരു സിഗ്നൽ പോസ്റ്റ് കൂടെ കടക്കുമ്പോഴേക്കും അത് പച്ചയാവും. ഇതാണ് ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ ഒരു വർക്കിംഗ് രീതി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലിപ്പോൾ എറണാകുളത്തു നിന്ന് ഷൊർണൂർ വരെ, എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അതിലിപ്പോൾ എറണാകുളം ടു ആലുവ ഈ വർഷം നവംബറോടുകൂടി കമ്മീഷൻ ചെയ്യുന്ന കഴിഞ്ഞിട്ടേക്ക് വാർത്ത വന്നിരുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1 കിലോമീറ്ററിലാണ് ഒരു സിഗ്നൽ പോസ്റ്റ് ഉള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം 10 കിലോമീറ്റർ 15 കിലോമീറ്ററൊക്കെയാണ് ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ ഒരു ബ്ലോക്ക് വെറും 1 കിലോമീറ്ററായിട്ട് കുറയും. കണ്ടോ ആംബർ. ഇപ്പം അവൻ അടുത്ത സിഗ്നൽ പോസ്റ്റ് കടന്നു, അതുകൊണ്ടാണ് ഇത് ആംബർ ആയത്. അവനിനി ഒരു സിഗ്നൽ പോസ്റ്റ് കൂടെ കിടക്കുമ്പോൾ ഇത് ഡബിൾ ആംബർ ആവും. അപ്പോഴേക്കും നമ്മൾ സ്റ്റേഷനകത്ത് കയറിയിട്ടുണ്ടാവും. ഇതാണ് ഓട്ടോമാറ്റിക്. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് സിഗ്നലിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു 15 കിലോമീറ്റർ സെക്ഷനകത്ത് നമുക്കൊരു 15 ട്രെയിൻ തിയറിറ്റിക്കലി 15 ട്രെയിൻ നമുക്ക് ഹോൾഡ് ചെയ്യാം. 15 ട്രെയിനൊന്നും വിടാൻ പറ്റില്ല. തിയറിറ്റിക്കലി ഒരു 15 ട്രെയിൻ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് മാനുവലി അല്ല കൺട്രോൾ ചെയ്യുന്നത്, ഇത് ഓട്ടോമാറ്റിക്കലി റിലേകളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനുഷ്യത്തിൻ്റെ ഇൻ്റർവെൻഷൻ വളരെ കുറവാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ എഫിഷ്യൻസി കൂടുമെന്നാണ് അതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മുംബൈ മെയിൻ റൈറ്റ് സൈഡിൽ കാണുന്നത് കല്യാൺ ഫ്രൈറ്റ് യാർഡ്. ഇപ്പോൾ ഈ ഫ്രൈറ്റ് യാർഡിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് അവർ പാസഞ്ചർ ട്രെയിൻ, അതായത് കോച്ചിങ് ട്രെയിനുകളുടെ എല്ലാം
എക്സ്പ്രസ് ട്രെയിനുകളുടെയൊക്കെ ഒരു ടെർമിനൽ ഇതിനകത്തോട്ട് പണിയുന്നുണ്ട്. ആ നിൽക്കുന്ന ലൈനല്ല, അത് ഫ്രൈറ്റഡ് എന്ന് തുടരും. ആ ലൈനുകളുടെയും നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ലൈനുകളുടെ ഇടയ്ക്കലത്തെ ഭാഗത്ത് ഇവിടെ ആയിട്ടൊരു പുതിയ സ്റ്റേഷൻ കെട്ടിടം പണി ഉദ്ദേശിക്കുന്നത്. ഇത് 15 കാർ EMU ആണ്. ഈ ഭാഗത്തായിട്ട് ഇപ്പോഴുള്ള ഫ്രൈറ്റ് ലൈനുകൾ മാറ്റണം. അതിനപ്പുറത്താണ്, അങ്ങേ അറ്റത്താണല്ലോ അവിടെ പുതിയ മാസ്റ്റുകൾ വന്നിരിക്കുന്നത് കാണാം. അവിടെയാണോന്ന് അറിയില്ല. അവിടെയായിട്ട് പുതിയൊരു പാസഞ്ചർ സ്റ്റേഷൻ വരുന്നുണ്ട്. കുറച്ച് എനിക്കൊരു 3-4 പ്ലാറ്റ്ഫോമൊക്കെ ആയിട്ട് അവിടെ ആയിരിക്കും എക്സ്പ്രസ് ട്രെയിനുകളെല്ലാം ഹാൻഡിൽ ചെയ്യുക. നിലവിലുള്ള കല്യാൺ സ്റ്റേഷൻ പിന്നെ ലോക്കൽ ട്രെയിനുകൾക്ക് മാത്രമാക്കി മാറ്റി വരും. അപ്പോൾ നമ്മളങ്ങനെ കല്യാൺ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഒരു വിൻഡോ സീറ്റ് കിട്ടി ഭാഗ്യത്തിന്. അതുകൊണ്ട് നമുക്കിനിയിപ്പോൾ വിൻഡോ എന്നുള്ള പടം പെടുത്താവാം. എൻ്റെ ശരിക്കുള്ള മിഡിൽ ബർത്തായിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചോദിച്ചു ഇങ്ങനെ മാറിയിരിക്കാവോ. അവർക്ക് അവിടെ ഇവിടെയൊക്കെയായിട്ട് സീറ്റ് കിട്ടി. സന്തോഷം. എന്നാൽ റൈറ്റ് സൈഡിലെ വിൻഡോ അല്ല, നമുക്കിന്ന് ഫുള്ള് വിൻഡോ എന്ന് പൊളിക്കാം. വാതിലൊക്കെ പാക്ഡായി. ഇനിയിപ്പോൾ അല്ലെങ്കിൽ വാതിലൊന്നും പിടിക്കാൻ പറ്റില്ല. നമ്മൾ കല്യാണത്തിന് പുറപ്പെട്ടു ജസ്റ്റ് പുറത്തിറങ്ങി ഇത്രയായിട്ടുള്ളൂ. ഇവിടെ മുകളിൽ കൂടെ ഒരു ട്രാക്ക് പോകുന്ന കാണാം. ആ ട്രാക്ക് ബേസിക്കലി കല്യാണി ആടിയിൽ നിന്ന് വരുന്നതാണ്. അത് ടുവേർഡ്സ് കസാര പോകുന്ന ലൈനാണത്. അതിൽ ഫ്ലൈറ്റ് നിൽക്കുന്നത് കാണാം. ഇനി ഫുഡും എല്ലാം വന്ന് മേടിച്ച് കഴിക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഫ്രൈറ്റ് യാർഡിൽ നിന്ന് വരുന്നൊരു ലൈൻ കാണിച്ചില്ലായിരുന്നു പാലത്തിൻ്റെ മുകളിൽ. അതേപോലെ അതുവഴിയായിരിക്കും ഇനി ഫ്യൂച്ചറിൽ എക്സ്പ്രസ് ട്രെയിനുകളും വരിക. അപ്പോൾ കാര്യം ഫ്രൈറ്റ് യാർഡിനകത്തേക്ക് മാറുകയാണ് നമ്മുടെ എക്സ്പ്രസ് ട്രെയിനുകളുടെ പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ വന്നാണ് വണ്ടികളൊക്കെ കസാര ലൈനിലേക്ക് വരിക. കസാര ലൈൻ എന്ന് പറയുന്നത് ഫർദർ നാസിക്, മന്മാട്, ഭൂസാവൽ ആ സൈഡിലോട്ട് പോകുന്ന ലൈനാണ്. അതിനെ സെൻട്രൽ റെയിൽവേ നോർത്ത് ഈസ്റ്റ് ലൈൻ എന്നാണ് വിളിക്കുന്നത്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ലൈനെ സൗത്ത് ഈസ്റ്റ് ലൈൻ എന്നാണ് സെൻട്രൽ റെയിൽവേ വിളിക്കുന്നത്. അപ്പോൾ ഈ യാർഡിൽ നിന്ന് സൗത്ത് ഈസ്റ്റ് ലൈനിലേക്ക്, അതായത് നമ്മുടെ ലൈനിലേക്ക് വരുന്ന ലൈനുകൾ നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാം. ഇതൊക്കെ നമ്മുടെ ഉദ്യാൻ എക്സ്പ്രസ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതായിരുന്നു. എന്നാൽ ഞാൻ ഒന്നുകൂടി കാണിക്കുന്നു. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഞാനെപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നതിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാണ് ആ ലൈന്. അപ്പോൾ ഫ്യൂച്ചറിൽ എക്സ്പ്രസ് ട്രെയിനുകളും ഇങ്ങനെ തന്നെ യാർഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്ന് ഇതിലേക്ക് കയറുന്ന പോലെയാവും. നമ്മളിവിടെയൊക്കെ പോലെ നമ്മുടെ പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഇവൻ തന്നെയാണ്, ഇഡ്ഡലിയും വടയും. നമുക്കപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം. എന്നിട്ട് മല കയറുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് മല നന്നായിട്ട് കവർ ചെയ്യാം. നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് ഉപയോഗിച്ച് സ്ലീപ്പറിനകത്തൊക്കെ ഇരുന്നൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ചുറ്റുവട്ടത്തുള്ള ബഹളം മുഴുവൻ അത് പിക്ക് ചെയ്യും. അതാണൊരു വലിയ പ്രശ്നം. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കൊച്ചിരുന്ന കരച്ചിലാണ്. പിന്നെ നിങ്ങളുടെ ഗാർഡ് സെക്ഷൻ വീഡിയോ മൊത്തം നിങ്ങൾക്ക് കരച്ചിലെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുമായിരിക്കും. വാങ്കണി സ്റ്റേഷനാണ്.
എൻ്റെ പൊന്നെ ഇതൊന്ന് കണ്ടേ. ഓ എനിക്ക് വയ്യ കേട്ടോ ഈ റൂട്ടിലെ കാഴ്ചകൾ ഒരു രക്ഷയില്ല. ഇതൊരു 1.5 മണിക്കൂറിന് വീഡിയോ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് ഈ കാഴ്ചകളെല്ലാം കൂടെ കണ്ടിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ തോന്നുന്നില്ല. മുംബൈയിലേക്കുള്ള സിൻഹഗഡ് എക്സ്പ്രസ് ആയിരുന്നു. ഇതായിരുന്നു നെരാൾ സ്റ്റേഷൻ. നെരാൾ സ്റ്റേഷനിൽ നിന്നാണ് മാഥേറാനിലേക്കുള്ള മറ്റേ ചെറിയ വണ്ടി പോകുന്നത്, നാരോ ഗേജ് ലൈന്. നമ്മളിതിനെ യാത്ര ചെയ്ത് 9 to 10 ഒരിക്കൽ. ഈ സീസണിൽ നെരൽ അടിപൊളിയായിരിക്കും. പക്ഷേ മൺസൂണിൽ ട്രെയിൻ സർവീസ് ഇല്ല നെരലിലേക്ക്. മൺസൂണിൽ നമ്മൾ ബൈ റോഡ് മാത്രമേ നെരലിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ നെരൽ വീഡിയോ, നെരൽ മാഥേറാൻ, നെരലിലേക്കല്ല സോറി മാഥേറാനിലേക്ക്, നമ്മുടെ മാഥേറാൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെരൽ മാഥേറാൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ മറ്റേ ദസ്തൂരിൽ നിന്നൊക്കെ അവർ ബൈ റോഡ് പോയിട്ട് അവിടെ നിന്ന് നടന്ന് അല്ലെങ്കിൽ പോണി അങ്ങനെയൊക്കെ വേണം പോകാൻ, വേറെ വഴിയില്ല. കാര്യം ട്രെയിൻ സർവീസുകൾ ഈ കാലഘട്ടത്തിൽ ട്രെയിൻ സർവീസുകൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ലൈന് ഇതാണ് പൻവേലിലോട്ട് പോകുന്ന ലൈന്. നമ്മൾ ഇതുവഴി ഒരു യാത്ര നമ്മൾ ചെയ്തിരുന്നു. നമ്മൾ പ്രഗതി എക്സ്പ്രസ്സിന് അവിടെ ഒരു ഫ്ലൈറ്റ് നിൽക്കുന്നത് കാണാം. അത് പൻവേലിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റാണ്. നമ്മൾ പ്രഗതി എക്സ്പ്രസ്സിന് ഈ ലൈൻ വഴി ഒരു യാത്ര ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ്. നമ്മൾ ജസ്റ്റ് കർജത്ത് സ്റ്റേഷനിലോട്ട് കയറാൻ പോകുന്നു. ഇവിടെ നിന്നാണ് നമുക്ക് ബാങ്കേഴ്സ് കിട്ടുന്നത്. ബാങ്കർ അറ്റാച്ച്മെൻറ്റ് ലെഫ്റ്റ് സൈഡിലാണ്. അത് പക്ഷേ കാണിക്കാൻ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് കയറുകയാണ്. അവർ വന്ന് നമ്മുടെ ബാക്കിലൊന്ന് അറ്റാച്ച് ചെയ്യും. നമ്മൾ ജസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് കയറുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെയുണ്ട് കുറച്ച് ബാങ്കേഴ്സ്. അതും കല്ലാണ്ട് തന്നെ WG7 ആണ്. WG7 ലോക്കോസാണ് ഇവിടെ മൊത്തം ബാങ്കേഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തോന്നുന്നു നമ്മുടെ ദേശഭക്തി ഗാനങ്ങളാണ് മൊത്തം. സന്ധ്യ ഒക്കെയാണ് വെച്ചിരിക്കുന്നത് സ്റ്റേഷനിൽ. ലൗഡ് സ്പീക്കറിലാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റേഷനിൽ. മഴ തുടങ്ങി. ഇപ്പോൾ കുറച്ച് നേരത്തിനിടയ്ക്കായിട്ട് കുറച്ചധികം ട്രെയിനുകൾ മല കയറി പോകുന്നുണ്ട്. ഉദ്യാൻ എക്സ്പ്രസ്, കൊയ്ന എക്സ്പ്രസ്, അങ്ങനെ കുറച്ചധികം വണ്ടികളിന് പുറകെ വരാനുണ്ട്. ഡെക്കൻ എക്സ്പ്രസ് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ബാങ്കേഴ്സ് ആവശ്യമുണ്ട്. എല്ലാം വന്ന് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ വിട്ടു. ചെറുതായിട്ട് നനഞ്ഞിട്ട് നിർത്തേണ്ടതാണ് വണ്ടി. എനിക്കറിയില്ല നിർത്തുന്നുണ്ടോന്ന്. എന്തായാലും കർജത്ത് സ്പെഷ്യൽ വടാപ്പാവ് ഞാൻ ഇപ്രാവശ്യം മേടിച്ചില്ല, കിട്ടിയില്ല എന്ന് വേണം പറയാൻ. മേടിച്ചില്ല എന്നല്ല, അതിനകത്ത് ഒരു കൂട്ടം സ്ത്രീകൾ കയറിയിട്ടുണ്ട്. ബഹളം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അമ്മയും ഭയങ്കര ബഹളം. അവർ ചുമ്മാ അങ്ങ് കയറി വന്നു. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോടെ കയറി ചാടി കയറിയിരുന്നു. അത്രേ ഉള്ളൂ. അല്ലാണ്ട് സീറ്റ് നമ്പർ നോക്കുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ സ്റ്റോപ്പില്ലാതാണ് വണ്ടിക്ക്. അപ്പോൾ എനിക്കൊന്ന് കല്യാണിന്നെല്ലാം ബുക്ക് ചെയ്ത ആൾക്കാരായിരിക്കും ഇവിടുന്ന് വലിഞ്ഞ് കയറുക. അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെട്ടിട്ട് വീണ്ടും നിർത്തിയിട്ടാണ് ഇവർ കപ്പിളിങ്ങും ഒക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു. എക്സാക്ട്ലി മനസ്സിലായിട്ടില്ല എന്തോ അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് എന്നുള്ളത്. നല്ല ബഹളമാണ് കോച്ചിനകത്ത്. അതുകൊണ്ട് നമ്മളുടെ യാത്ര മുഴുവൻ ഈ ബഹളമായിരിക്കും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്നത്. അതായത് ബേസിക്കലി ഇവിടെ കർജത്തിൽ അവർക്ക് ലൂപ്പ് ലൈനിൻ്റെ നീളം കുറവാണ്. ലൂപ്പ് ലൈനിൻ്റെ നീളം കുറവായതുകൊണ്ട് ലെങ്ത്തുള്ള ട്രെയിനുകൾ ആദ്യം ഒന്ന് നിർത്തും. അതിന് സ്റ്റാർട്ടർ സിഗ്നൽ കൊടുത്തിട്ട് അവർ പിന്നെ പുറത്തോട്ടിറങ്ങും. മെയിൻ ലോക്കും കുറച്ച് കോച്ചസും പുറത്തോട്ടിറങ്ങി നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാങ്കർ അറ്റാച്ച്മെൻറ്റ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് ബ്രേക്ക് എടുക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ കർജത്തിൽ. ഇവിടെ മുംബൈ ഡിവിഷനിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട്. പ്ലാറ്റ്ഫോം ലെങ്ത്ത് കുറവാണ്, ലൂപ്പിന് ലെങ്ത്ത് കുറവാണ്.
അപ്പം നമ്മളങ്ങനെ കർജത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഗാർഡ് സെക്ഷൻ ഇവിടെ തുടങ്ങുകയായി. അപ്പോൾ ഇവിടെ ആയിട്ട് 2 ട്രെയിൻസ് ഉണ്ട്. ഒരു ജീനാൻ ഹൗൾഡ് ഫ്രൈറ്ററും ബുസാവലിൻ്റെ വാക്ഫോർ ഹൗൾഡ് ഡെക്കൻ ക്വീൻ എക്സ്പ്രസ്സും. जग्या से जग्या पर रहता ना लेने पाछा पाछा उनको बिना नाम पे ढूंढने जाऊंगा तो कोई बैठ ही नहीं नंबर ये बताओ 14 तुम बैठो 15 तुम बैठो आप बैठ के सबको बोलते जाओ भाई അപ്പോൾ അങ്ങനെ നമ്മളിതാ മല കയറി തുടങ്ങുകയാണ്. ബാങ്കിൽ നിന്ന് നമ്മുടെ ബാങ്കേഴ്സ് പണിയെടുക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് ബാങ്കേഴ്സ് നമ്മളെ പുഷ് ചെയ്ത് മല കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ വാപ്സാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഈ സെക്ഷനിൽ. കാര്യം പണി മൊത്തം എടുക്കേണ്ടത് പുറകിലുള്ളവനാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മൾ S4 കോച്ചിലാണ്. ഇത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ കയറാൻ പോകുന്ന ബോർഗാർഡ് സെക്ഷനാണ്. ബോർഗാർഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെയുള്ള ബ്രോഡ് ഗേജിലുള്ള സ്റ്റീപ്പസ്റ്റ് ഗാർഡ് സെക്ഷനുകളിലൊന്നാണ്. ബോർഗാട്ടും തൾഗാട്ടുമാണ്. ഈ 2 ഗാർഡ് സെക്ഷനിലും 1/37 1/37 ആണ് ഗ്രേഡ്. അതായത് 1 മീറ്റർ ഹൈറ്റ് 37 മീറ്റർ കവർ ചെയ്തുകൊണ്ടാണ് ഈ വണ്ടി പൊക്കം കൂടുന്നത്. അതായത് ഈ 37 എന്ന് പറയുന്നത് നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എന്താ സാധനം ഹൈപ്പോട്ടന്യൂസ് ആണ് ഈ 37 എന്ന് പറയുന്നത്. 1 മീറ്ററാണ് ഹൈറ്റ്. അപ്പോൾ 37 എന്ന് പറയുമ്പോൾ 1 മീറ്റർ പൊക്കം കൂടാം. 37 മീറ്റർ മാത്രം ഓടിയാൽ ഇവന് പൊക്കം കൂടും എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ് ഈ ഘാട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ കാണുന്ന ലോക്കൽ ട്രെയിന് ഇവിടുന്ന് വരുന്നതാണ്, കോപ്പോളിയിൽ നിന്ന് വരുന്നതാണ്. ഇത് ഘാട്ട് ഇറങ്ങി വരുന്നതല്ല. നിലവിൽ ഘാട്ട് വഴി ലോക്കൽ ട്രെയിനുകൾക്ക് അനുവാദമില്ല. കാലി ലോക്കൽ ട്രെയിൻ കൊണ്ടുപോകാറുണ്ട്, യാത്രക്കാരുമായിട്ട് പോകാറില്ല. ഇതാണ് പളസ്ധരി സ്റ്റേഷൻ. പളസ്ധരി എന്ന് പറയുന്നത് ഘാട്ടിൻ്റെ ബേസാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഘാട്ട് സെക്ഷൻ തുടങ്ങുന്നത്. പളസ്ധരി വിട്ട ഉടനെ ഇവിടുന്ന് അങ്ങോട്ട് 3 ലൈനായിട്ടാണ് മല കയറാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഡൗൺ ലൈനിലാണെന്ന് തോന്നുന്നു. നമ്മൾ ഡൗൺ ലൈനിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഫ്രൈറ്റേഴ്സാണ്, സിമെൻറ്റഡ് വൾക്കറാണിത്. മല ഇറങ്ങി വരുന്ന ഫ്രൈറ്റേഴ്സിന് ബ്രേക്കേഴ്സ് ആവശ്യമാണ്. അടിപൊളിയാണ് ഈ സെക്ഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡൗൺ ലൈനിലാണ്. ഡൗൺ ലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും മല കയറുന്ന ലൈനാണ്. ഡൗൺ ലൈനാണ്. നടുക്ക് നമ്മുടെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന മിഡ് ലൈനാണ്. അതിനപ്പുറത്തിലാണ് അപ്പ് ലൈനും.
മിഡ് ലൈൻ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടികൾ മിഡ് ലൈൻ വഴി ഓപ്പറേറ്റ് ചെയ്യും. ഇവർ ബഹളം നിർത്തുകയില്ല കേട്ടോ. ഇവർ ഇറങ്ങുന്നവരെ ഇത് തന്നെയായിരിക്കും അവസ്ഥ. നമ്മുടെ യാത്രയിലെ ശബ്ദമയമായിരിക്കും മൊത്തത്തിൽ. നമ്മുടെ മിഡ് ലൈനും അപ്പ് ലൈനും അപ്പുറത്ത് കൂടെ പോകുന്നത് കാണാം, മാറി പോകുന്നതാണ്. അവർ വേറെ റൂട്ട് എടുത്തവർ. എൻ്റെ അമ്മോ, നമ്മൾ ഈ ഗാർഡ് സെക്ഷൻ ഇതിനു മുമ്പ് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും മഴക്കാലത്ത് കവർ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ എവിടെയോ ഒരു ഇതിൽ എത്തിയത് പോലെ ഉണ്ട്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. റൈറ്റ് സൈഡ് നാഗ്നാഥ് ലൈനിൽ പോകുന്ന കാണാം. ഈ നാഗ്നാഥ് ലൈൻ എന്ന് പറയുന്നത് അപ്പ് ലൈനാണ്. അതങ്ങ് റൈറ്റിലോട്ട് അങ്ങ് കയറിപ്പോവും. ഇപ്പം നമ്മൾ കിടക്കുന്നതാണ് ജാംബുറം ക്യാബിൻ, ആദ്യത്തെ ക്യാബിനാണ്. എൻ്റെ പൊന്നെ, സെക്ഷൻ കണ്ടോ? ഓ, ഒരു രക്ഷയില്ല. നല്ല മഴ തുടങ്ങി. നമ്മൾ അല്പം മുമ്പ് നമ്മൾ താക്കൂർവാടി ക്യാബിൻ പാസ് ചെയ്തു. ഞാൻ ആക്ച്വലി ക്യാമറ ഒന്നും ബാറ്ററി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉള്ളിലെടുത്ത സമയത്തായിരുന്നു പാസ് ചെയ്തത്. അവിടെ ഒരു ക്യാറ്റ് സൈഡിങ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് മങ്കിയിൽ ക്യാറ്റ് സൈഡിങ് ആണ്. അതാണ് ഏറ്റവും ഭംഗിയുള്ള ക്യാറ്റ് സൈഡിങ്. മഴ സ്റ്റാർട്ടായി, നല്ല മഴയുണ്ട്.
നമ്മൾ ഏകദേശം മങ്കേൽ ക്യാബിന് എത്താറായിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വെള്ളം ചാടുന്നുണ്ട്, വാട്ടർഫോൾസ് ഉണ്ട്. ഇത് യശ്വന്ത്പൂർ ജയ്പൂർ സൂപ്പർ ഫാസ്റ്റാണ്. പഴയ സുവിധ എക്സ്പ്രസ് ആണിത്. ഇപ്പോൾ സുവിധ മാറി സാധാരണ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയി. ഈ വിഷ്വൽസ് എങ്ങനെയുണ്ടെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മുടെ മങ്കി ഹില്ലിലെ കാറ്റ് സൈഡിങ്. കാണാൻ തന്നെ കിട്ടുന്നില്ല, അത്രയ്ക്ക് മഞ്ഞാണ്. ഞാനെൻ്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ആഗ്രഹിച്ചത്, പക്ഷേ ഭയങ്കര മഞ്ഞ്. അല്പം മുമ്പിലായിട്ട് റൈറ്റ് സൈഡിലാണ് മങ്കി ഹിൽ ക്യാബിൻ വരുന്നത്. ഇതാണ് മങ്കി ഹിൽ ക്യാബിൻ. നമ്മൾ ഇനിയിപ്പോൾ അധികം താമസിയാതെ കോപ്പോളിയിലേക്ക് എന്ന് കയറും. അയ്യോ, ഫ്രണ്ടിൽ എന്താണെന്ന് കാണാൻ തന്നെ വയ്യാട്ടോ. ഇവരെങ്ങനെ വണ്ടി ഓടിക്കുന്നത്? സിഗ്നൽ ലൈറ്റ്സിൻ്റെ ഒരു ബലത്തിലാണ് ഓടിക്കുന്നത്. ആ സമയത്ത് ഒബ്സ്ട്രക്ഷൻസ് എല്ലാം പോയി തട്ടും. നമ്മളിപ്പോൾ കോപ്പോളി സ്റ്റേഷനിലേക്ക് എന്ന് കയറും. കോപ്പോളി അല്ല, സോറി, ഖണ്ടാല സ്റ്റേഷനായിരുന്നു. എന്തോ ആലോചന കോപ്പോളി എന്നാണ്, ഖണ്ടാല സ്റ്റേഷനാണ്.
മൈസൂർ ഉദയ്പൂർ. ഇതെന്താ മറ്റേ ലേക്ക് പാലസ് ഹംസഫർ എക്സ്പ്രസ്സോ പാലസ് ക്വീൻ ഹംസഫർ എക്സ്പ്രസ്സോ അങ്ങനെ എന്തോ വിളിക്കുന്നതിന്. ലോണാവാല സ്റ്റേഷനിലോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പിലൊരു പഴയ ആർച്ച് ബ്രിഡ്ജാണ്, ബ്രിട്ടീഷ് കാലത്തെ ആർച്ച് ബ്രിഡ്ജാണ്. ഇതിൻ്റെ അടിയിൽ ഇപ്പോഴും DC കാറ്റനറിയാണ്, DC ഡിസൈനിലുള്ളത്. DC കാറ്റനറി അല്ല, DC ഡിസൈനിലുള്ളത് ആണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പോയി आपका बैग नहीं है ना? है ना? आप उतर रहे हो अभी? हाँ हम उतर रहे हैं। हाँ अभी आ जाऊँ. ഇവിടെ വെച്ച് നമ്മുടെ ബാങ്കേഴ്സിന് ഡിറ്റാച്ച് ചെയ്യും. ഇവിടുന്ന് ബാങ്കേഴ്സ് ഡിറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മളിനി സ്വന്തം പവറിൽ ബാക്കി വിടുന്നു. ഇത് മിക്കവാറും ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ലോക്കോസ് ആയിരിക്കും, ബാങ്കേഴ്സ് ആയിരിക്കും. ഇവർ മിക്കവാറും താഴോട്ട് പോകും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നിർത്തുന്ന പ്ലാറ്റ്ഫോമിൻ്റെയും ഫർദർ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെയാണ് ട്രിപ്പ് ഷെഡ് ഉള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ലോണാവലയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഓപ്പോസിറ്റ് ഏതൊരു വണ്ടി ഉണ്ടല്ലോ, 3059. ഏതാ വണ്ടിയിൽ നിന്ന് ഒരു പിടിയും കിട്ടിയില്ല കേട്ടോ. ഞാനത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോണാവാലയിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ ഏകദേശം 20 മിനിറ്റ് ലേറ്റാണ്. കുറേയൊക്കെ സമയം മേക്കപ്പ് ചെയ്യുന്നതാണ് തോന്നുന്നത്. ഇതാണ് ലോണാവാല യാർഡ്. ഇത് ടുവേർഡ്സ് മുംബൈ ഉള്ള യാർഡാണ്. ടുവേർഡ്സ് പുണെ ലെഫ്റ്റ് സൈഡിലൊരു യാർഡുണ്ട്. നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. ലോണാവാല എന്ന് പറയുന്നത് മുംബൈയിലുള്ള ആൾക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹിൽ സ്റ്റേഷനുകളിലൊന്നാണ് ലോണാവാല എന്ന് പറയുന്നത്. മുംബൈയിലുള്ള ആൾക്കാർ അവരെ വീക്കെൻഡ് ചിലവഴിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ ലോണാവാല. അതുപോലെ ഖണ്ടാളയൊക്കെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇവിടെ എന്തുകൊണ്ടായിരിക്കും ആൾക്കാർ വരുന്നത് എന്നുള്ളത്. എൻ്റെ പൊന്നെ എന്താ അത്. അത് മുംബൈ പൂനെ എക്സ്പ്രസ് വേണം പാരലായിട്ട് പോകുന്നത്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അത് തന്നെയാണ്.
രക്ഷയില്ല കേട്ടോ വിഷ്വൽസ്. ഏതോ വണ്ടി വരുന്ന ഓപ്പോസിറ്റുണ്ട്. ഇത് ഹൈദരാബാദ് മുംബൈ CSMT സൂപ്പർ ഫാസ്റ്റ്. കിലോമീറ്റർ/ഹവറിൽ അങ്ങനെ വെച്ച് അലക്കി പോയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഏകദേശം തടേഗാവ് എത്താറായിട്ടുണ്ട്. അധികം താമസിച്ചാൽ നമ്മളൊരു വന്ദേ ഭാരതിനെ ക്രോസ് ചെയ്യും. ആ വന്ദേ ഭാരതിൽ ഏകദേശം ഘോറാവാടി സ്റ്റേഷൻ എത്തുന്നില്ല. ഇപ്പോൾ 2 സ്റ്റേഷൻ അപ്പുറത്തെത്തിയിട്ടുണ്ട്. ഇതാണ് തളേഗാവ് സ്റ്റേഷൻ. തളേഗാവ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനടുത്തായിട്ടാണ് നമ്മുടെ ഫോഴ്സ് മോട്ടോഴ്സിൻ്റെ ഫാക്ടറി ആക്കുർഡി. അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനടുത്താണ്, എനിക്ക് അത്ര ഉറപ്പില്ല. ഇത് പുണെ ലോണാവല റൂട്ടിലോടുന്ന ലോക്കൽ ട്രെയിനാണ്. നമ്മുടെ ഈ പോയത് സോളാപൂർ മുംബൈ CSMT വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. പൊതുവെ മുംബൈ ഡിവിഷനിലും പൂനെ ഡിവിഷനിലൊക്കെ കണ്ടുവരുന്ന ഒരു സാധനമാണ് ബ്രെഡും കട്ട്ലറ്റും. ഇവിടുത്തെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ ഒന്ന് തന്നെയാണ് ബ്രെഡും കട്ട്ലറ്റും. ഞാൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കട്ട്ലറ്റ് മാത്രം എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. ബീൻസ് ഉണ്ട്, മല്ലിയില ഉണ്ട്, പുതിനയില ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്. അടിപൊളി. ഇത് ബ്രെഡിൻ്റെ സ്ലൈസിന് കൂടെ വരുന്നത്. ആ ബ്രെഡ് സ്ലൈസും കൂടി ചെയ്യുമ്പോഴല്ലോ അടിപൊളിയാണുണ്ട്. പക്ഷേ കട്ട്ലറ്റിൻ്റെ എരിവിനെ ബ്രെഡ് കറക്റ്റായിട്ട് ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. നല്ല സ്പീഡ്, അടിപൊളി സ്പീഡ്, പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിങ്ങനെ ഒരു വിഷ്വൽ എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. കാര്യം നമ്മൾ ഈ ജനലിരുന്ന് യാത്ര ചെയ്ത് വളരെ റെയറായിട്ടാണല്ലോ ഇങ്ങനൊരു വിഷ്വൽ എടുക്കുന്നത്. അകത്ത് ഇവരെ ബഹളം നിന്നിട്ടില്ല, അതിപ്പോൾ നല്ല ബഹളമാണ്. അപ്പം നമ്മളങ്ങനെ ദഹു റോഡൊക്കെ കഴിഞ്ഞ് പൂനെയിലോട്ട് അടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 15-20 മിനിറ്റും കൂടെ മതിയാവും പൂനെയിലൊക്കെ. ഖാഡിക്കിയിലേക്ക് എത്താണ്. ഖാഡിക്ക് ഒരു ഫ്യൂച്ചർ ടെർമിനസാണ്. പൂനെയുടെ ഡീകൺജഷന് വേണ്ടി ഖാഡ്ക്കി ഒരു ടെർമിനസായിട്ട് ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു മിലിറ്ററി സൈഡിങ് കൂടിയാണ് ഖാഡ്ക്കി. അവിടെ യാർഡ് മോഡിഫിക്കേഷൻ കുറേ നടന്നിട്ടുണ്ട്. അവിടെ ഉള്ളിലോട്ട് മാറി അഡീഷണൽ പ്ലാറ്റ്ഫോമിൻ്റെ കൺസ്ട്രക്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഈ OHC കാർ നിൽക്കുന്ന ഒരു അഡീഷണൽ പ്ലാറ്റ്ഫോമാണ്. ഇതുകൂടാതെ തന്നെ അങ്ങേ അറ്റത്ത് വേറൊരു പുതിയ പ്ലാറ്റ്ഫോംസ് പണിയുന്നുണ്ട്. ബേസിക്കലി ഇതിനൊരു പുതിയ ടെർമിനൽ സ്റ്റേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്.
ഖഡ്കി സ്റ്റേഷൻ. പ്ലാറ്റ്ഫോമിൽ വർക്ക് കാണാം. ഇതാവും പുതിയ ടെർമിനൽ സ്റ്റേഷൻ. ഓൾറെഡി പൂനെയുടെ അപ്പുറത്തുള്ള ഹഡപ്സർ സ്റ്റേഷൻ ഇതുപോലെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തെ ഒരു ഖഡ്കി സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ മുകളിൽ കൂടെ പോകുന്ന വയഡക്റ്റ് പൂനെ മെട്രോ ലൈനാണ്. നമ്മുടെ ഈ യാത്രയിൽ പൂനെ മെട്രോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ശിവാജിനഗർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ശിവാജിനഗർ സ്റ്റേഷൻ കഴിഞ്ഞുകൊണ്ട് അടുത്ത സ്റ്റേഷനാണ് പൂനെ സ്റ്റേഷൻ. ഇതൊരു EMU ടെർമിനസാണിപ്പോൾ. കാര്യം ഇപ്പോൾ പൂനെ സ്റ്റേഷനിൽ അവർ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി EMUs ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഏറ്റവും റൈറ്റ് സൈഡിൽ അങ്ങേ അറ്റത്തുള്ള 1A എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. നമ്മളങ്ങനെ പൂനെ സ്റ്റേഷനിലോട്ട് കയറാൻ പോവാണ്. പിന്നെ മുമ്പിലത്തെ പാലമാണ്. ബാഗെടുത്ത് പോയപ്പോൾ വണ്ടി പാലത്തിലൂടെ പോയി കയറിയായിരുന്നു. ഇവിടെ ഒരു ചെറിയ യാർഡുണ്ട്. കോച്ചിങ് ഡിപ്പ് ഇവിടെയല്ല, കോച്ചിങ് ഡിപ്പിന് അപ്പുറത്തെ സൈഡാണ്. ഒരു ചെറിയൊരു യാർഡുണ്ട്. കുറച്ച് ട്രെയിനുകളൊക്കെ ഈ യാർഡിലുണ്ടാവും. പൂനെ ദാനാപൂർ സഹർസ ട്രെയിനിൻ്റെ റേറ്റ് കിടക്കുന്നു. പതിവ് തെറ്റിക്കാണ്ട് ഇന്ന് ഹോം സിഗ്നൽ ഒന്ന് നിന്നിട്ടുണ്ട്. നിർത്തുമെല്ലാം തോന്നുന്നു. പോയിൻറ്റ്സ് അടക്കാൻ വേണ്ടി സ്പീഡ് കുറച്ചാന്ന് തോന്നുന്നു. നേരെ അകത്തോട്ട് കയറാൻ തോന്നുന്നു കണ്ടിട്ട്. ഗോന്ദിയ കൊലാപ്പൂർ പൂനെ എന്ന് എഴുതി കിടക്കുന്നുണ്ട്. ഇത് പഴയ സഹ്യാദ്രി എക്സ്പ്രസ്സിന് പകരം ഇപ്പോൾ ഓടുന്ന പൂനെ കൊലാപ്പൂർ സ്പെഷ്യലിലെ റേക്കാണ്. ഗോന്ദിയ കൊലാപ്പൂർ എന്ന് പറയുന്നത് മഹാരാഷ്ട്ര എക്സ്പ്രസ്. മീൻവെൽ ബിലാസ്പൂർ പൂനെയുടെ റേക്ക് യാർഡിലേക്ക് ഷണ്ട് ചെയ്യുന്നു. ഇതങ്ങ് ഫ്രണ്ടിൽ കാണാൻ സ്റ്റേഷൻ. ഇത്രയും ദൂരമുള്ള സ്റ്റേഷനിലോട്ട്. പക്ഷെ നമ്മൾ മുമ്പ് പിടിച്ച് നിർത്തി. പകുതി പോയിൻറ്റ്സ് കടന്നായിരുന്നു ട്രെയിൻ നിന്നിട്ടുണ്ടായിരുന്നത്. അത് ബാക്കി പോയിൻറ്റ്സും കൂടെ കടക്കുന്നു. ഇത്ര ആയ സ്ഥിതിക്ക് ഇത് പ്ലാറ്റ്ഫോം നമ്പർ 6ലേക്കാണ് പോകുന്നത് ഉറപ്പ്. കാര്യം 4ഉം 5ഉം ചെറിയ പ്ലാറ്റ്ഫോംസാണ്. ഇത് 22 കോച്ചിൻ്റെ റേക്കാണ്. അപ്പോൾ എന്തായാലും അതിൽ കയറ്റാൻ പറ്റില്ല. അപ്പോൾ അതിനർത്ഥം അപ്പുറത്തെ സൈഡിൽ വരും പ്ലാറ്റ്ഫോം. നമ്മൾ നിൽക്കുന്ന സൈഡിലല്ല, മറ്റേ സൈഡിൽ. ഇവിടെ ബിലാസ്പൂർ പൂനെയുടെ റേക്കിനെ ഷണ്ട് ചെയ്തിരിക്കുന്ന 011-430 WDM3D ഷണ്ടിങ് ലോക്കമാണ് ഇപ്പോൾ. ഫിറ്റ് ഫോർ മെയിൽ എക്സ്പ്രസ്. അങ്ങനെ പൂനെ സ്റ്റേഷൻ ഫുള്ളി ആടി ഇവിടെ നമുക്ക് കാണാം. മൊത്തം 6 പ്ലാറ്റ്ഫോമാണുള്ളത്. എക്സ്ട്രീം റൈറ്റ് സൈഡിലാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മൾ കയറുന്ന പ്ലാറ്റ്ഫോം നമ്പർ 6. അതിനപ്പുറത്തുള്ളത് പൂനെ മെട്രോൻ്റെ സ്റ്റേഷനാണ്. നല്ല ആവരണം കാണാൻ പറ്റുന്നുണ്ടാവും. അത് പൂനെ മെട്രോ സ്റ്റേഷനാണ്.
നമ്മുടെ ഈ വീഡിയോ സീരീസിൽ നമ്മൾ പൂനെ മെട്രോ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇന്ന് പറ്റും തോന്നുന്നില്ല, നാളെ മിക്കവാറും പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് നാളെ വന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇന്നും ചിലപ്പോൾ പറ്റുമായിരിക്കും, നോക്കാം നമുക്ക്. ഇന്ന് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ പോവാം. അവിടെ കുറേ WDP ഫോർഡ് കിടക്കുന്ന കാണുന്നില്ല, അതാണ് പൂനെ ഡീസൽ ലോക്കോ ഷെഡ്. ഇവിടെയായിട്ട് വഡോദരയുടെ വാപ്പ് 5 3005 ആയിട്ട് നിൽക്കുന്നു. ഏതാ ട്രെയിൻ എന്നറിയില്ല. തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് മുന്നേ വന്ന് ഇൻ്റർസിറ്റി എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. പ്രഗതി എക്സ്പ്രസ് എന്നാണ് ബോർഡ്, പക്ഷേ പ്രഗതി എക്സ്പ്രസ് ഈ സമയത്ത് ഇവിടെ ഉണ്ടാവില്ല. ഇത് പ്രഗതി എക്സ്പ്രസ് അല്ല, M1. ശരിക്കും പുणे അമരാവതി എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു. ഹുതാത്മ എക്സ്പ്രസ് ആയിട്ട് വന്നിട്ട് അമരാവതി എക്സ്പ്രസ് ആയിട്ട് പോകുന്ന വണ്ടിയാണ് തോന്നുന്നത്. അതാ സോലാപൂർ പുणे അമരാവതി അജ്നി, അത് തന്നെ. അപ്പോൾ നമ്മളങ്ങനെ പുണെയിലെത്തിയതാണ്. നമ്മൾ യാത്ര ചെയ്ത കോച്ച് S4. നമ്മളങ്ങനെ പുണെയിലെത്തിച്ചിട്ട് ട്രെയിനോട് നിൽക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ തീരെ വീതിയില്ല, അവിടെ മര്യാദയ്ക്ക് നിന്ന് ഒരു ഇൻട്രോ ഔട്ടൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മുടെ കോലാപ്പൂരിലേക്കുള്ള യാത്ര അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അത് ഏത് ട്രെയിനാണെന്നുള്ളത് ചിലവർ ഗസ് ചെയ്തിട്ടുണ്ടാകും. ഗസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് ഇടുക. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും അധികം താമസിയാതെ. അപ്പോൾ നമ്മുടെ ഈ യാത്ര ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പതുക്കെ ഈ ലഗേജ് ഒന്ന് ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് എനിക്ക് പുറത്ത് ഇപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പുറത്ത് ഭക്ഷണം കഴിച്ച് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമുക്കെന്നാൽ നേരെ പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് പോകാം. അവിടെയാണ് ക്ലോക്ക് റൂം ഉള്ളത്. അപ്പോൾ അവിടെ പോയി ബാഗ് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോവാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നിരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസ് ഒക്കെ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് നിങ്ങളെല്ലാവരെയും സഹകരണം വളരെ വളരെ ആവശ്യമാണ്, അത്യന്താപേക്ഷികമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. See you very soon in the very next video. Until then, this is Binay Shankar signing off from Platform 7. Bye-bye.